ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രേവതിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളാക്കാൻ പോകുന്നത് ഓണസദ്യയിലെ സ്പെഷ്യൽ വിഭവമായ പൈനാപ്പിൾ മധുര പച്ചടിയാണ്. അപ്പോൾ എങ്ങനെയാണ് പച്ചടി വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത് ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കടുക്, ജീരകം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം പൈനാപ്പിൾ. അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രം വെച്ച് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച തേങ്ങയും ജീരകവും കടുകും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റുള്ളൊരു വിഭവമാണിത്. നമുക്ക് പൈനാപ്പിൾ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ആ വെന്ത് വന്ന മിക്സ്ചറ് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു കടായി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചുമന്ന മുളക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇടുക. ഇനി നമുക്ക് അതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് കോക്കനട്ട് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. കുറച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അത് വാങ്ങി വെക്കാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് തൈര് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തൈര് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ തൈര് ചേർത്തിട്ടില്ല. ഇനി അതിലേക്ക് ഞാൻ മധുരം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നതുവരേക്കും ബൈ.